പീരുമേട് MLA-യും CPI-യുടെ മുതിർന്ന നേതാവുമായ വാഴൂർ സോമൻ അന്തരിച്ചു. തിരുവനന്തപുരത്ത് റവന്യൂ വകുപ്പിന്റെ യോഗത്തിൽ പങ്കെടുക്കവെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി എക്കാലവും പോരാടിയ കമ്മ്യൂണിസ്റ്റിനെയാണ് വാഴൂർ സോമന്റെ വിയോഗത്തിലൂടെ നഷ്ടമായത്. CPI സംസ്ഥാന കമ്മിറ്റി ഓഫീസായ MN സ്മാരകത്തിൽ നടന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. ജനകീയനായ വാഴൂർ സോമൻ ജീവിച്ചതെന്നും തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു. പ്രാണൻ വെടിയുന്ന അവസാന നിമിഷത്തിന് തൊട്ടുമുൻപും ഇടുക്കിക്കായി റവന്യൂ വകുപ്പ് വിളിച്ച യോഗത്തിലായിരുന്നു വാഴൂർ സോമൻ. അത് റവന്യൂ ഭൂമിയാണ്, അത് റീസർവ് ചെയ്യുക തന്നെ ചെയ്യണം. അവിടെ ആയിരക്കണക്കിന് പാവങ്ങൾ, ഒരു 10 സെന്റ് ഇടമില്ലാത്തവരുണ്ട്. അവർക്ക് അത് ഗൗരവമായ വിഷയമാണ്. ഈ പറഞ്ഞ എൻക്രോച്ച്മെന്റുകൾ, വനം വകുപ്പിന്റെ എൻക്രോച്ച്മെന്റുകളെല്ലാം അവസാനിപ്പിക്കണം. വനം വേണ്ട എന്നുള്ള അഭിപ്രായമില്ല, പക്ഷെ അത് അതിക്രമിച്ച് കയറുകയാണ്. അവര് വല്ലാത്ത ശല്യമാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. ജനജീവിതം ദുസ്സഹമായിരിക്കുന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. കോട്ടയം വാഴൂരിൽ ജനിച്ച സോമൻ 1976-ൽ ഇടുക്കിയിലേക്ക് കുടിയേറി. വിദ്യാർത്ഥി പ്രസ്ഥാനമായ AIYF-ലൂടെ പൊതുരംഗത്തെത്തി. പിന്നീട് തൊഴിലാളികളെ സംഘടിപ്പിച്ച് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയനായി. ഇടുക്കിയിലെയും കേരളത്തിലെയും തോട്ടത്തൊഴിലാളികളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും ആ പോരാട്ടങ്ങളുടെ പങ്കാളിത്തവും ഒരിക്കലും അവർ മറക്കില്ല. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലൂടെ ഉയർന്നുവന്ന വാഴൂർ സോമൻ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ജനകീയമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിലും പരിഹരിക്കുന്നതിലും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. CPI സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സോമൻ എന്ന രാഷ്ട്രീയ നേതാവ് പോരാടി വളർന്ന മലയോര മണ്ണിലേക്കാണ് പോരാട്ടങ്ങൾ അവസാനിക്കാത്ത മനസ്സുമായി തൊഴിലാളികളുടെ ഇടയിലേക്ക് അവസാന യാത്രയായി വാഴൂർ സോമൻ എത്തുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, മന്ത്രിമാർ, സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ MN സ്മാരകത്തിൽ നടന്ന പൊതുദർശനത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.